രംഗത്തെ ചോരയോടൊക്കെ നിങ്ങൾക്ക് പുച്ഛമാണെന്നറിയാം. കാരണം നിങ്ങളുടെ യുവജന പ്രസ്ഥാനങ്ങൾ അധികാരത്തിന്റെ തണലിൽ അതിന്റെ സുഖലോലുപതയിൽ അവരുടെ രാഷ്ട്രീയ ഉത്തരവാദിത്തങ്ങൾ മറന്ന് റാൻമൂളുന്ന ആളുകൾ മാത്രമായിട്ടുണ്ടെങ്കിൽ തെരുവിലെ സമരങ്ങളോട് നിങ്ങൾക്കിപ്പോ പുച്ഛമാണെന്നും അവിടെ നടക്കുന്ന മർദ്ദനങ്ങൾ നിങ്ങളുടെ നേതാവിന്റെ വാക്ക് കേട്ടിട്ട് രക്ഷാപ്രവർത്തനവുമാണെന്ന് വിശ്വസിച്ചു പോകുന്ന യുവജന വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ ആളുകൾ കഴിഞ്ഞ കാലത്ത് നിങ്ങളുടെ മുഴുവൻ സമരങ്ങളെയും റദ്ദു ചെയ്യുകയാണ്. എന്നിട്ട് സോഷ്യൽ മീഡിയയിൽ ആക്ഷേപമാണ്. അവസാനം ചോദിക്കുന്നത് താടി എന്തേ പഠിക്കാഞ്ഞ്, മീശ എന്തേ പഠിക്കാഞ്ഞ്. ഞാൻ ബാർബർ ഷോപ്പിലേക്കല്ല, ഞാൻ ഹോസ്പിറ്റലിലേക്കാണ് ചികിത്സയ്ക്ക് വേണ്ടി പോയത്. അവിടെ ചെന്നിട്ട് ചികിത്സക്ക് താടി പഠിക്കണോ മീശ പഠിക്കണോ എന്ന് തീരുമാനിക്കുന്നത് ഞാനല്ല. ആ പണിയെടുക്കാൻ അവിടെ ഡോക്ടർമാരുണ്ടെന്നല്ലാതെ ഏരിയ കമ്മിറ്റി സെക്രട്ടറിയോടോ AKG സെന്ററിലോട്ടോ ചോദിച്ചിട്ട് മൂക്കിനുള്ളിലൂടെ ഓപ്പറേഷൻ നടത്തുന്ന താടി പഠിക്കണമെന്ന് ചോദിച്ചിട്ടാണോ ആരെങ്കിലും സർജറി നടത്തുന്നത്? നിങ്ങളും കണ്ടതല്ലേ പ്രചരണങ്ങൾ. ഞാൻ കഴിഞ്ഞിട്ട് ഡോക്ടറോടൊന്ന് ചോദിച്ചു, എന്നിട്ട് എന്താ ഈ താടിയുടെയും മീശയുടെയും കാര്യം? അയാൾ പറയാം, സാറേ വിവരമില്ലാഞ്ഞിട്ടാണ്. എൻഡോസ്കോപ്പിക്കായിട്ട് ഇത് ചെയ്യുമ്പോ സർജൻ മീശ പഠിക്കാനും താടി പഠിക്കാനും പറയില്ല. അനസ്തീഷ്യ നടത്തുന്ന ഡോക്ടറാണ് വേണമെങ്കിൽ പറയുന്നതിന്റെ കാരണം ട്യൂബ് ഇട്ടിട്ട് ഇത് ഒട്ടിച്ചു വെക്കുമ്പോ ഈ സ്റ്റിക്കർ ഇവിടെ ഒട്ടാതിരിക്കാൻ പാടില്ല എന്ന് മാത്രം. പക്ഷെ അപ്പൊ ഡോക്ടർ പറഞ്ഞു, അതിനൊക്കെ ഇപ്പൊ പുതിയ സ്റ്റിക്കറാണ് സാറേ, അതൊക്കെ അങ്ങനെയുള്ള സ്ഥലത്ത് തന്നെ ഒട്ടും, അതിനൊന്നും ആവശ്യമില്ല. നമുക്കിതൊന്നും അറിയാഞ്ഞിട്ടല്ല. ശബരിമലയിലെ പൊന്നുകെട്ടതിന്റെ PMC ഉൾപ്പെടെയുള്ള വിവാദങ്ങൾ പിന്നീട് വന്നതിന്റെയൊക്കെ അത് ജനങ്ങളിടയിലേക്ക് ചർച്ചയാവാതിരിക്കാൻ നമ്മളൊക്കെ ഇത്തരം കാര്യങ്ങൾ പറയുന്നത് ഇല്ലാതാക്കാൻ, പറഞ്ഞാൽ ഇതൊക്കെയാണ് കോലമെന്ന് കാണിച്ചു തരാനൊക്കെ വേണ്ടിയിട്ടാണോ എന്തോ മൂക്കിനും മുഖത്തും ഒക്കെ അടിച്ച് തലക്കൊക്കെ അടിച്ചിട്ട് കുറച്ച് ചോര കയറ്റി മൂക്കിന്റെ പാലും പൊട്ടിയാൽ എന്നാ പിന്നെ ശരി വീട്ടിലിരുന്നേ കഴിഞ്ഞ് മിണ്ടുന്നില്ല, പറയുന്നില്ല. ഞാൻ ആരും വെല്ലുവിളിച്ച് എനിക്ക് ശീലമില്ല, വെല്ലുവിളിക്കുന്ന രാഷ്ട്രീയവും എനിക്കില്ല. പക്ഷെ ഞാൻ സ്നേഹത്തോടെ പറയാൻ ആഗ്രഹിക്കുന്നു, പോലീസിലെ ഗുണ്ടകളെ വെച്ച് രണ്ട് തല്ല് തല്ലിയാൽ നാവ് ഒതുങ്ങി പോകുമെന്ന് ആരെങ്കിലും ധരിക്കുന്നുണ്ടെങ്കിൽ അതിനെ വെച്ച് വെള്ളം വാങ്ങിവെക്കുകയായിരിക്കും നല്ലതെന്ന് സ്നേഹത്തോടെ പറയാൻ ആഗ്രഹിക്കുക. അടിച്ചവർക്കും മൂക്കിന്റെ പാലം പൊട്ടിച്ചവർക്കും മഷിയാണെന്നും മീശ വടിച്ചില്ലെന്നും താടി വടിച്ചില്ലെന്നും ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ അത് കുട്ടികളുടെ ആശുപത്രിയാണെന്നൊക്കെ പറഞ്ഞ് ഗ്യാസ് ഫ്യൂളുകൾ ഇറക്കിയവർക്കുമൊക്കെ കണക്കിന് കൊടുത്തിട്ടുണ്ട് ഷാഫി പറമ്പില്. ഇന്നലെ നമ്മളൊരു വാർത്ത കേട്ടു. എന്താണ് ആ വാർത്ത? ആ വാർത്ത എന്ന് പറയുന്നത് KPCCയുടെ വർക്കിംഗ് പ്രസിഡന്റുമാരായിട്ടുള്ള 3 പേര്, ഈ പറയുന്ന ഷാഫി പറമ്പില്, അനിൽ കുമാർ, പിന്നെ വിഷ്ണുനാഥ്, ഈ 3 പേർക്കും കേരളത്തെ 3ആയി ഭാഗിച്ചുകൊണ്ട് ആ ഓരോ മേഖലയുടെയും ചുമതല ഈ 3 പേർക്കും നൽകിയിരിക്കുകയാണ്. ഇങ്ങ് മലബാർ മേഖലയിലേക്ക് നോക്കുകയാണെങ്കിൽ അവിടെ ഷാഫി പറമ്പിലാണ്. ഈ പറയുന്ന താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ അവിടെ PC വിഷ്ണുനാഥനാണ്. അവിടെ ഈ നടയിൽ നോക്കിക്കഴിഞ്ഞാലോ അവിടെ അനിൽ കുമാറിനാണ്. അപ്പോ ഇങ്ങനെ ഈ പറയുന്ന ഏരിയ തിരിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിനെ നേരിടാൻ തന്നെയാണ് KPCCയുടെ തീരുമാനം. പക്ഷേ ഈ പറയുന്ന ഏരിയ തിരിക്കുന്നതിന് മുമ്പ് തന്നെ ഷാഫി എന്താക്കിയിട്ടുണ്ട്, ഈ പറയുന്ന ഉത്തരമേഖല എന്ന് പറയുന്ന കോഴിക്കോട്, മലപ്പുറം, വയനാട്, കണ്ണൂര്, കാസർഗോഡ് ഇത്രയും സ്ഥലങ്ങളില് ഷാഫി വേണ്ട വിധം പണി തുടങ്ങിയിട്ടുണ്ട്. പാലക്കാട്ട് നിന്ന് വണ്ടി കയറി വടകരയിൽ വന്നിറങ്ങിയ ഷാഫി അത് ചുമ്മാ വടകരയിലെ ഒരു MP ആയി ഡൽഹിയിൽ പോയിരിക്കാൻ വേണ്ടിയിട്ടല്ല, കൊടുക്കേണ്ടതൊക്കെ കൃത്യമായി അളന്ന് മുറിച്ച് ഒരു കണിശമായിട്ട് ഒരു തരി പോലും കുറയാതെ കൊടുക്കേണ്ടതൊക്കെ 1 പവൻ തൂക്കം മുന്നിൽ കൊടുക്കാൻ വേണ്ടി തന്നെയാണ് വടകരയിൽ ഷാഫി പറമ്പിൽ വന്നിറങ്ങിയത്. നിങ്ങളിപ്പോ കേട്ടത് മേപ്പയ്യൂരിൽ നടത്തിയ പ്രസംഗമാണ്. ഈ പറയുന്ന വടകരയിൽ മാത്രമല്ല, ഈ പറയുന്ന എല്ലാ സ്ഥലങ്ങളിലും മലബാറിൽ ഷാഫിയുടെ തേരോട്ടമാണ്. ഷാഫിയെ മുന്നിൽ കണ്ടുകൊണ്ട് ഭയന്ന് വിറച്ചവരാണ് ഷാഫിക്കെതിരെ ആക്രമണം നടത്തിയവര്. കഴിഞ്ഞ ദിവസം കുറ്റ്യാടിയിലെ വളയത്ത് നമ്മൾ കണ്ടു. ആ വളയത്ത് ഷാഫിക്കെതിരെയും റിജിൽ മാക്കുറ്റിക്കെതിരെയും അസഭ്യവർഷം കൊലവിളി നടത്തുന്ന സഖാക്കള് മാർച്ച് നമ്മൾ കണ്ടു. എന്തിനു വേണ്ടിയിട്ടാ? വളയത്ത് നടത്തിയ ഒരു പൊതുപരിപാടിയില് പിണറായി രാജാവിനെ വിമർശിച്ചു. പിണറായി രാജാവിന്റെ തോൽവികൾ, അയാളുടെ വീഴ്ചകൾ ഒക്കെ തുറന്നു കാട്ടി ജനങ്ങൾക്ക് മുന്നിൽ സംസാരിച്ചു. അതിനാണ് കൊലവിളി. ഭയപ്പെടുത്തി മൂലക്കിരുത്താമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ മക്കളെ, നിങ്ങൾക്ക് തെറ്റി. ഇത് ഷാഫി പറമ്പില. അയാളെ ഭയപ്പെടുത്താൻ കഴിയില്ലെന്ന് മാത്രമല്ല, അയാളുടെ സ്വാധീനം അതൊരു കാന്ത വലയം പോലെയാ. എവിടെ പോയാലും ഇങ്ങനെ പുതിയ ആളുകൾ ഉണ്ടാവും.
അയാളിലേക്ക് ആളുകളെ ഇങ്ങനെ ആകർഷിക്കപ്പെടും. ഇത് നിങ്ങളെ വല്ലാതെ ഭയപ്പെടുത്തുന്നുണ്ടെന്ന് മനസ്സിലായില്ലേ? ഇപ്പൊ ഇന്നിപ്പോ രാവിലെ കണ്ടൊരു വാർത്തയാണ്. കോഴിക്കോട് ജില്ലാ സെക്രട്ടറി CPMന്റെ PM മെഹബൂബ് എന്താണ് പ്രസ്താവന എന്താണെന്ന് അറിയാമോ നിങ്ങൾക്ക്? പ്രസ്താവന എന്ന് പറയുന്നത്, ഈ പറയുന്ന മെഹബൂബ് പറയാണ്, ഈ വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒഞ്ചിയം അത് ഞങ്ങൾ പിടിച്ചെടുക്കും. ഒഞ്ചിയം എന്ന് പറഞ്ഞാൽ ഏതാ സ്ഥലം എന്ന് മനസ്സിലായോ നിങ്ങൾക്ക്? ഒഞ്ചിയം അറിയില്ലേ? അറിയണം നിങ്ങള്. TP ചന്ദ്രശേഖരനെ വെട്ടി വീഴ്ത്തിയ TPയുടെ ചോരകൾ വീണ മണ്ണാണ് ഒഞ്ചിയം. ആ ഒഞ്ചിയത്ത് ഈ പറയുന്ന CPMന്റെ സജീവ പ്രവർത്തകനും നേതാവുമായിരുന്ന TP പാർട്ടി വിട്ട് വന്നതിന് ശേഷം ഒഞ്ചിയത്തിന്റെ മണ്ണിൽ അധികാരത്തിലേറാൻ ഇന്ന് വരെ ഈ സഖാക്കൾക്ക് സാധിച്ചിട്ടില്ല. അവിടെ നിന്നാണ് KK രമ കേരളത്തിന്റെ നിയമസഭയിലേക്ക് മത്സരിച്ച് വിജയിച്ച് കയറി വരുന്നത്. ഈ ഒഞ്ചിയത്തിന്റെ മണ്ണിൽ നിന്നാണ്, വടകരയിൽ നിന്നാണ്. ആ KK രമ ഉൾക്കൊള്ളുന്ന TP ചന്ദ്രശേഖരന്റെ ചോര വീണ ഒഞ്ചിയത്തിന്റെ മണ്ണ് ഞങ്ങൾ പിടിച്ചെടുക്കുമെന്നാണ് മെഹബൂബ് പറയുന്നത്. നീ ഞൊട്ടും ഒഞ്ചിയത്തിന്റെ മണ്ണ് തൊടണമെങ്കിലേ അവിടെ ഒഞ്ചിയത്തിന്റെ മണ്ണിനെ സംരക്ഷിച്ച് പിടിക്കുന്നത് TP ചന്ദ്രശേഖരനായിരുന്നു എങ്കിൽ ഇന്ന് TPയുടെ അഭാവത്തിൽ ആ മണ്ണിനെ സംരക്ഷിച്ചു പിടിക്കുന്നത് KK രമയും ഷാഫി പറമ്പിലുമാണ്. സഖാക്കൾ വേണമെങ്കിൽ ഒന്ന് ഒഞ്ചിയത്തിന്റെ മണ്ണിൽ വരെ ഒന്ന് പോയി നോക്ക്. അവിടെ ഷാഫി ആരാണെന്നും KK രമ ആരാണെന്നും നിങ്ങൾക്ക് മനസ്സിലാവും. എസ്പെഷ്യലി ഈ പറഞ്ഞ 2024 പാർലമെന്റ് ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഒഞ്ചിയത്തിന്റെ മണ്ണിൽ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകും ഷാഫി പറമ്പിലിന്റെ സ്വാധീനം എത്രത്തോളം ഒഞ്ചിയത്തിന്റെ മണ്ണില് അവിടെ അനുഭവിക്കുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. പാർട്ടി ഗ്രാമങ്ങളൊക്കെ ഉണ്ടായിരുന്നു പണ്ട്, എല്ലാം തകർത്ത് തരിപ്പണമാക്കി ഷാഫി പറമ്പില്. അത് ഒഞ്ചിയത്ത് മാത്രമല്ല, പേരാമ്പ്രയില്, വടകരയില്, കുറ്റ്യാടിയില്, നാദാപുരത്ത്, മേപ്പയ്യൂര്, വളയത്ത്, അടുക്കത്ത്, കടിയങ്ങാട് തുടങ്ങി ഇനി പറയാൻ ഒരു സ്ഥലവും ബാക്കിയില്ല. വില്യാപ്പള്ളി, അങ്ങനെ എണ്ണിയാൽ തീരുന്ന എല്ലാ കോട്ടകളും തകർത്ത് തരിപ്പണമാക്കി ഷാഫി പറമ്പില്. അതിന്റെ ഒരു രോഷമാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പേരാമ്പ്രയിൽ കണ്ടത്. പേരാമ്പ്രയിൽ ഷാഫി പറമ്പിലിനെ മൂക്കടിച്ച് പൊട്ടിക്കാൻ അഭിലാഷ് ഡേവിഡ് എന്ന് പറയുന്ന ഒരു DYFIയുടെ ഗുണ്ട തുനിഞ്ഞിറങ്ങിയിട്ടുണ്ടെങ്കിൽ അതിന് കാരണം ഈ പറയുന്ന പാർട്ടി ഗ്രാമങ്ങളൊക്കെ തല്ലി തകർത്തിരിക്കുന്നു ഷാഫി പറമ്പിൽ എന്നാണ്. ഈ പറഞ്ഞ ദിവസങ്ങളിൽ വളയത്ത് ഈ കൊലവിളി മുദ്രാവാക്യങ്ങളുമായി പുറത്തിറങ്ങാൻ സഖാക്കളെ പ്രേരിപ്പിച്ച ഘടകമെന്താ? ആ വളയത്തിന്റെ മണ്ണില് ജനങ്ങളെ മാറി ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു. അതിപ്പോ ഈ പറയുന്ന വളയത്തും പേരാമ്പ്രയിലും മേപ്പയ്യൂരും നാദാപുരത്തും കുറ്റ്യാടിയിലും എവിടെയും മാത്രമല്ല കേട്ടോ. ഷാഫി പറമ്പിലിന്റെ സ്വാധീനം ഈ പറയുന്ന പാർട്ടി ഗ്രാമങ്ങളെ തകർത്തിരിക്കുന്നു. പെരിങ്ങത്തൂര്, പാനൂര്, കൂത്തുപറമ്പ്, തലശ്ശേരി എന്ന് വേണ്ട എല്ലായിടങ്ങളും ഒരു സ്ഥലവും ബാക്കിയില്ല. അത്രയേറെ ഷാഫിയെ ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഇവര്. അതിവർക്ക് തെളിയിച്ചു കൊടുത്തതാണ് പല കാലഘട്ടങ്ങളിലായിട്ട്. വടകരയിൽ അത് KK ശൈലജയ്ക്ക് ബോധ്യപ്പെടുത്തി തൊട്ട് പിന്നാലെ പാലക്കാട്ട് വന്നുകൊണ്ട് പിണറായി വിജയന്റെ എല്ലാ അടിമകൾക്കും അത് ബോധ്യപ്പെടുത്തി കൊടുത്തു. രാഹുൽ മാങ്കൂട്ടത്തിന് പാലക്കാടിന്റെ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷം നേടിക്കൊടുത്തതിന്റെ പിന്നിലെ ഒരൊറ്റ വ്യക്തിയേ ഉള്ളൂ, അത് ഷാഫി പറമ്പില. തീരുന്നില്ല ഇവരുടെ അരിശം. കാരണം ഇവരുടെ ഒരു വെല്ലുവിളികളും ഇവരുടെ ഒരു പ്രവർത്തനങ്ങളും ഷാഫിയെ സ്പർശിക്കാൻ കഴിയുന്നില്ല എന്നുള്ളത് തന്നെയാണ് അതിനുള്ള കാരണം. ആ കാരണങ്ങൾ ഇവരെ വല്ലാതെ വേട്ടയാടുന്നുണ്ട്, ഇവരുടെ ഉറക്കം കെടുത്തുന്നുണ്ട്, ഇവരുടെ മനസമാധാനം തകർക്കുന്നുണ്ട്. അതൊക്കെ കാരണം എന്ന് പറയുന്നത് ഈ പറയുന്ന കോട്ടകളൊക്കെ തകരുകയാ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. വടകരയിൽ 2024 പാർലമെന്റ് തെരഞ്ഞെടുപ്പ്, അതില് പേരാമ്പ്ര നിയോജക മണ്ഡലം, അസംബ്ലി മണ്ഡലം, ആ പേരാമ്പ്ര അസംബ്ലി മണ്ഡലത്തിൽ മാത്രം ഷാഫി പറമ്പിലിന്റെ ഭൂരിപക്ഷം എത്രയാ? 19,300 ചില്ലറ വോട്ടിന്റെ ഭൂരിപക്ഷം. 19,000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷമാണ് ഷാഫി പറമ്പിലിന് പേരാമ്പ്രയിൽ മാത്രം. ആ കോട്ട തകർന്നു. ആ കോട്ടയുടെ ഇപ്പോഴത്തെ MLA ആരാ? TP രാമകൃഷ്ണൻ, LDFന്റെ കൺവീനറാ. കൺവീനറുടെ തട്ടകത്തിലാ ഷാഫിക്ക് 19,000-ലേറെ വരുന്ന ഭൂരിപക്ഷം. കണ്ടാ പേടിക്കാതിരിക്കോ? ദേഷ്യം വരാതിരിക്കോ? തല്ലിക്കൊല്ലാനുള്ള ദേഷ്യമുണ്ട് ഇവർക്ക് ഷാഫിയെ. പക്ഷേ ഷാഫിയുടെ രോമത്തിൽ തൊടാൻ കഴിയുന്നില്ല.
ഒരു കാക്കിയിട്ട ഡിവൈഎഫ്ഐ ഗുണ്ടയുടെ സഹായത്തോടെ അയാളുടെ മൂക്കിന്റെ പാലം തല്ലി തകർക്കാൻ കഴിഞ്ഞു. അതിനപ്പുറത്തേക്ക് അയാളുടെ പോരാട്ട വീര്യത്തെ തൊടാൻ സ്പർശിക്കാൻ ഇവർക്കാർക്കും സാധിക്കുന്നില്ല. അത് തന്നെയാ ഇവരെ ഇത്രയധികം ഭയപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെയാ വളയത്ത് കൊലവിളികൾ നടത്തേണ്ടി വരുന്നത്. അതുകൊണ്ട് തന്നെയാ മേപ്പയ്യൂരിൽ അക്രമാസക്തരാകുന്നത്, ക്ഷുഭിതരാകുന്നത്. ഷാഫി ഇപ്പോ ഒരു ജനമുന്നേറ്റ യാത്ര നടത്തുകയാണ്. തന്റെ മണ്ഡലത്തിലും കോഴിക്കോട്ടും കോഴിക്കോടിന്റെ സമീപ പ്രദേശങ്ങളിലും എല്ലായിടത്തും ഒരു വലിയ ജനമുന്നേറ്റ യാത്ര. എവിടെ നോക്കിയാലും ആയിരങ്ങൾ ഇങ്ങനെ തിങ്ങി നിറയുക ഷാഫിയുടെ വേദിക്ക് ചുറ്റും. ഇത് കാണുമ്പോ ഈ പറയുന്ന ആളുകള് ദേഷ്യം വന്നില്ലെങ്കിലല്ലേ അതിശയമുള്ളൂ, ഇവര് പ്രകോപിതരായതില്ലെങ്കിലല്ലേ അതിശയമുള്ളൂ, അല്ലേ? അത് തന്നെയാണ് സത്യം. അതുകൊണ്ട് തന്നെയാ ഷാഫിയെ നേരിടാൻ ഇവർ പല കളികളും കളിച്ചു നോക്കുന്നത്. എല്ലാത്തിനുമുള്ള മറുപടി ഷാഫിയുടെ കയ്യിലുണ്ട്. അത് വേറൊരു തരം ജിന്നാണ് മക്കളെ, നിങ്ങളെ കൊണ്ട് സ്പർശിക്കാൻ കഴിയില്ല. അതാണ് ഷാഫി പറമ്പില്. ഇത് നിങ്ങളെ കുറെ തവണ ബോധ്യപ്പെടുത്തിയതാ. പക്ഷേ നിങ്ങൾ അടിമകളായത് കാരണം നിങ്ങൾക്കത് ബോധ്യം വരില്ല. ഈ ലോകത്ത് അടിമകളെയാണ് ഏറ്റവും കൂടുതൽ. നമ്മൾക്കൊരു കാര്യം സത്യം പറഞ്ഞ് മനസ്സിലാക്കി ബോധ്യപ്പെടുത്താൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു കൂട്ടർ എന്ന് പറയുന്നത് അടിമകളാണ്. ഈ പിണറായിയുടെ അടിമകൾ. ആ അടിമകളെ ഇനി എന്ത് പറഞ്ഞ് ബോധ്യപ്പെടുത്താനാ? ആ അടിമകൾ ഷാഫിക്കെതിരെ കൊലവിളിയാ, വളയത്ത് കൊലവിളി, തെറിവിളിയുടെ അഭിഷേകം. ഭയപ്പെടുത്തി മൂലക്കിരുത്താമെന്ന് കരുതുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തെറ്റി മക്കളെ. അത് ഷാഫി പറമ്പില നടപടി ആവൂല. നിങ്ങളെ കൊണ്ട് അതിന് സാധിക്കില്ല. കാലം അത് മാറി. രാജാവെന്നും ഒന്നുമല്ലടോ. രാജാവൊക്കെ അങ്ങോട്ടും മാറി നിൽക്ക്. രാജാവൊന്നുമല്ല. കാലം മാറിയിരിക്കുന്നു. കാലം മാറിയിരിക്കുന്നു. ജനം മാറി.